വെൽക്കം ബാക്ക് കൊമ്പൻ വെച്ച് 00 ഇൻസെയിൻ സൗണ്ട് ആണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത് സെയിം സൗണ്ടാണ്. വെൽക്കം ബാക്ക് വീണ്ടും കൊമ്പൻ വെച്ച് 00. ഇന്നത്തെ മൈക്കാർ കാഴ്ച വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പൊട്ടക്കാരന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാറിൽ പോവാണ്. എന്താ എന്തിങ്ങനെ ആ ഫസ്റ്റ് കാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ സെറ്റ് മോഡിഫൈഡ് ഒക്കെ ചെയ്ത് വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി അടുത്ത കാറിൽ പോവാം. ഏത് ലുക്കാല്ലേ എൻ്റെ വണ്ടി. പിന്നെ റൂഫ് ബോക്സ് വെച്ചിട്ടുണ്ട്, സ്പോയിലർ വെച്ചിട്ടുണ്ട്. രഞ്ജീറ്റിന്റെ വാനാണിത്. എല്ലാം ഇങ്ങനെയാന്ന് വിചാരിക്കണ്ട. ഇതെന്താ കാർ ഓഫ് റോഡിൽ കൊണ്ടിട്ട് വെറുതെ ഓഫ് റോഡിൽ കൊണ്ടുപോയതാ, പിന്നെ കഴുകിയിട്ടില്ല. ഇനി അടുത്ത കറി പോവാം. ഇതെന്റെ ഫ്രണ്ട് ഒന്നാണ്. പിന്നെ ഇതെന്റെ റേസിംഗ് കാർ എന്ന് പണ്ടത്തെ റേസിംഗ് അല്ല, ഡ്രിഫ്റ്റിംഗ് കാർ. സോറി, ഇതെന്റെ ഫസ്റ്റ് കാറായിരുന്നു. അടുത്ത കറി പോവാം. ഇതെനിക്ക് മറ്റേ മിഷനില്ല, നമ്മുടെ ഡെയിലി ടാസ്കിന് കൊണ്ട് കിട്ടുന്നതാണിത്. ഡെയിലി ടാസ്കിലല്ലോ അത്. വണ്ടി ഒന്നുമില്ല, വണ്ടി ഒന്നുമില്ല. മറ്റേ വണ്ടി എനിക്കെന്താണ് ഡെയിലി നമുക്ക് കയറുമ്പോൾ റിവാർഡ് കിട്ടില്ല. അത് ഇന്നുണ്ട്. ഇതൊന്നും നല്ല രസമില്ലാത്തൊരു വണ്ടിയൊക്കെ ഉണ്ട്. ഈ സി വണ്ടിയല്ലേ? ഇത് പണ്ടത്തെ നേമസേനൻ കൊമ്പൻ വെച്ച് സോണ്ട്. ഇത് BMW ആണ്. ഇത് ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയാണ്. എന്ത് രസമുണ്ട് വണ്ടി. ഇനി നമ്മുടെ മിസ്റ്റർ ബിഷി ലാൻസർ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ. ഏത് ലുക്ക്, എന്താ ലുക്ക് നോക്കിക്കേ, സെറ്റ് ലുക്ക് ഇല്ലേ. ട്വന്റിന്റെ വാന് കൊമ്പൻ എക്സ് സെറോക്സിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിന്റെയും സെറ്റ് ആക്കിയിട്ടുണ്ട്. ജെറി എന്നാണ് ആ വാനിന്റെ പേര്. ഈ വണ്ടി നോക്കണ്ട, ഈ വണ്ടി നോക്കണ്ട. അംബാസഡർ സീന് ഏത് ലുക്ക്, പുള്ളി ലുക്ക്. ഇതാണ് മെയിൻ സാധനം, മാഡ് മാക്സ്. നമ്മളിനി എല്ലാം വണ്ടിയും ഇങ്ങനെ KDM മാറ്റിയിട്ട് മൊത്തം എൻ്റെ ഐഡന്റിറ്റി കാറിൽ പോവാണ്. ഈ വണ്ടി കളയാൻ പോവാ, എനിക്ക് ഈ വണ്ടി ഇഷ്ടമല്ല. ഇല്ല, ആ വണ്ടി നമുക്ക് ഞാനൊരു ഇതിടും ഇൻസ്റ്റയില്. അപ്പോൾ ആ വണ്ടി നിങ്ങളത് നോക്കാൻ മതി. അപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾ ആ ടൈമിൽ കയറി വരാം. ഇതേപോലത്തെ 5 വണ്ടിയാണ് നിങ്ങൾക്ക് തരും. ഈ വണ്ടി വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി വണ്ടീനെ വർക്ക് എടുക്കും. ഇതാണ് നമ്മുടെ സീക്ക്. ഏത് ലുക്ക്, പുള്ളി ലുക്ക്. ഏത് ലുക്കല്ലേ. അയ്യോ, ഒരു പേരും കിട്ടുന്നില്ല. എക്സസ് അല്ലല്ല, പേരും കിട്ടുന്നില്ല. എന്താണിത് ഇങ്ങനെ? എന്തോ ഒരു ഇത്, ആകെ ഒരു ഇതാ ഇവിടെ ഇരിക്കുക. ഈ സിനിമ നമ്മുടെ സൗണ്ടൊക്കെ സെറ്റ് ആയിട്ട് വീഡിയോയില് പേര് കിട്ടില്ലല്ലോ. എന്താ പേര് കിട്ടാത്ത? ഇത് BMWന്റെ ഏതൊരു മോഡലല്ലേ. പിന്നെ വേറൊരു BMW എന്തോ ഒരു മോഡലാണ്. ഇപ്പൊ കാണിച്ചുതരാം. അയ്യോ, BMW E29. ഇത് BMW E30 ആണെന്ന് സമയം വണ്ടിയാണ്. ഏതാണ് BMW ആണെന്ന് മാത്രം അറിയാം. ഇത് ലെക്സസ് പണ്ടത്തെ 520 ഇതൊക്കെ വഴിക്കുള്ള കഷ്ടപ്പാടേ. ഈ വണ്ടിനെ മറ്റേ നവൻ വെച്ച് ഈ വണ്ടീനെ പച്ച കളർ ഇറക്കില്ല. അപ്പൊ ആ വണ്ടി എടുക്കണം എന്നുള്ളവരിങ്ങനെ വെറുതെ ചെയ്ത വണ്ടിയാണത്. അങ്ങനെ ചെയ്ത വണ്ടിയാണ്. ഇത് ഏതോ യൂട്യൂബർ എനിക്ക് ഇങ്ങനെ വർക്കൊന്നും ചെയ്തതല്ല, ഇങ്ങനെ
എൻ്റെ ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കും. ഇതേപോലെ വർക്കും ചെയ്യാതെ വണ്ടി വാങ്ങിച്ചു കൊടുക്കും. ഏത് ലുക്ക് പിന്നെ കാര്യത്തിന് പെട്ടെന്ന് പോയാണ്. അതൊന്നും കാണിക്കില്ല. വേറെ സെറ്റായിട്ടുണ്ട്. മുമ്പ് നോക്കുമ്പോൾ ഈ വണ്ടി ലുക്ക് വേറെ. പിന്നെ നമ്മളുടെ പിന്നെ എൻ്റെ പേരും കിട്ടുന്നില്ല. സ്ലാമിഡ് പോയി ബോയ് ഇതൊക്കെ നമ്മൾ ഡിസൈൻ കളയും. ഈ വണ്ടി. ഇതൊക്കെ മല്ലു വന്നാൽ നിങ്ങൾ എല്ലാവരും പോയി മല്ലുവിനെ സപ്പോർട്ട് ചെയ്യും. ഇത് നമ്മളുടെ ഇത് ഹോണ്ട. ഈ വണ്ടി ഏതാ? ഹോണ്ടയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ അമ്മസാൻ്റെ ടൈപ്പ് വണ്ടി. ഇത് GTR. GTR ഏത് ലുക്കില്ലേ? GTR ഏതാ മോഡലെന്നറിയില്ല. സെറ്റ് വണ്ടിയല്ലേ ഇത്? GTR R34 പോഡുവാക്കാർ എഡിഷൻ. ബോണച്ചിൽ മറ്റു സൈഡ് ഇങ്ങനെ സ്റ്റിക്കർ. പിന്നെ ബോണച്ചാ സ്റ്റിക്കർ ഒട്ടിക്കണം. ഇത് എനിക്ക് തന്നാണ്. ഇങ്ങനെ റൂമിൽ കയറുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒരാൾക്ക് വണ്ടി കൊടുക്കും. അങ്ങനെ കിട്ടിയതാണ് ഈ വണ്ടി. നമ്മുടെ സ്പ്രൈറ്റിന്റെ കലാപം നട്ടിട്ടില്ല. ഇതാണ് എന്റെ ഫസ്റ്റ് റൂഫ് ബോക്സ് വെച്ച വണ്ടി. ഞാൻ റൂഫ് ബോക്സ് വെച്ചുള്ള വണ്ടി. ആദ്യമായിട്ട് റൂഫ് ബോക്സ് വെച്ചാ എനിക്ക് ഡൗട്ട്. ഇതിലാണ് നമ്മൾ എന്താണ് സബ്സ്ക്രൈബർ വന്നത്. ആ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ടീമൊക്കെ ചേർന്നിട്ടുണ്ട്. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കിയേ. എനിക്ക് എന്താണ് മെസ്സേജ് അയക്കി കണ്ടു നിന്നിട്ട്. ഇത് ഡോറാവുജിന്റെ ഈ വണ്ടി കാണിക്കാൻ കഴിഞ്ഞ നാണക്കേടാ. എൻ്റെ ഒരു കീ ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്താണ് ഈ വണ്ടി. എൻ്റെ ഇങ്ങനെ ലുക്കില്ലാത്ത കണ്ടപ്പോൾ ഒന്ന് പെട്ടെന്ന് ചെയ്തതാണ് ഈ ഡിസൈന്. എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. ടൊയോട്ട ഇവന് ലോഗോ സെറ്റ് അല്ലേ? നോക്കുമ്പോ ഒരു സെറ്റ് ലോഗോ ആയിട്ട് ലോഗോ. എന്താ പൊന്നെ, ആംഗ്രി ബേർഡ്സിന്റെ വണ്ടിയാണിത്. കൊമ്പൻ ഡ്രിഫ്റ്റിംഗ്. ഇത് ഡ്രിഫ്റ്റിംഗ് ടൈപ്പിനായിട്ട് ചെയ്തത്. പക്ഷെ ഡ്രിഫ്റ്റിംഗ് ടൈപ്പിന് ചെയ്തപ്പോൾ അറിഞ്ഞ, ഓടിച്ചപ്പോൾ അറിഞ്ഞ ഇവന്റെ ഡ്രിഫ്റ്റിംഗ് തീരെ പറ്റൂല. ഈ വണ്ടി ഡ്രിഫ്റ്റിംഗ് ടൈപ്പ് എന്നത് നമ്മൾ ഇതിനെ സെറ്റാക്കി തരും. ഈ വണ്ടി എൻ്റെ ഉണ്ട് ഇങ്ങനെ സെറ്റാക്കിയാണ്. ഇതും വെറുതെ ചെയ്തതാണ്. ഇത് പോളോ വർക്കില്ലാത്ത പെട്ടെന്ന് അടിച്ചിടുന്നു. ഇത് ഓൾഡ് 90s ഡിസൈൻ ചിലപ്പോൾ കൊണ്ടുവരൂ. ഇതൊക്കെ അടിച്ചിട്ട് പോവാ. ലോഗോ മാത്രം ചെയ്തിട്ടുണ്ട്. അത് കൊള്ളുക. സെറ്റാക്കണം. മഞ്ചിന്റെ വണ്ടി. ഇത് നല്ല ഉണ്ട്. മഞ്ചിന്റെ ബാക്കിൽ നിന്നാണ് പോലും മാസ് ലുക്കില്ലേ. പിന്നെ സൈഡിൽ ഇങ്ങനെ മഞ്ചിന് ബോണറ്റി കൊടുത്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇട്ടില്ലെങ്കിൽ പാട്ട് ആഡ് ചെയ്യുന്നു. മാസ് ലുക്ക് വണ്ടി. അയ്യോ, പിന്നെ നൈക്ക് എഡിഷൻ. എൻ്റെ ഈ മറ്റേ ലുട്ടാപ്പിൻ്റെ വണ്ടി ഞാൻ രാത്രി 1 മണി വർക്കാണ്. ഇതൊക്കെ എൻ്റെ ഐഡന്റിറ്റി ആക്കണമെന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സ്കിപ്പ് അടിച്ച് വിട്ടേ. അടുത്ത മെയിൻ സാധനമാണ് മലുബാറി. ഇതിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, മുമ്പത്തെ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് മൊത്തം ഇതാണ്. ബ്ലൂ ചെക്കാണ്. ഇതിന്റെ കളർ സെറ്റ് ചെയ്യണം. ആ പണി കൂടി ഉണ്ട് ഈ വണ്ടിക്ക്. സ്കിപ്പ് അടിക്കട്ടെ. പിടിക്കുക. മസ്റ്റാങ്ക് മലബാറി ഇവിടെ ഇട്ടുണ്ട്. എൽസി, ബെൻസ്, ഫെറാറി, BMW. എൽസാമിന്റെ ഓഫ് റോഡ് റേസിംഗ് ഇല്ല വണ്ടി, അങ്ങനെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണത്. ഇതാണ് സെറ്റ് സാധനം. പോർഷെ ഓൾഡ് മോഡൽ റേസിംഗ് സ്പെക്.
ഈ വണ്ടിന്റെ ലുക്ക് വേറെ തന്നെ ലുക്കാണ് റിയലായിട്ട് ഈ വണ്ടി ഉണ്ട്. പറയാറ്. ഈ വണ്ടി നമ്മൾ അതേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ വണ്ടി കോലം കണ്ടിട്ട് കാര്യമില്ല, അതേപോലെ സെറ്റ് ആക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടും. ഞാനാ പറയണേ, ഉറപ്പാ. ഈ വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു അത് പോഷേ. ഇതും പോഷയാണെന്നാ BMW i8 വന്നിട്ടുണ്ട്. നല്ല ലോഗോ സെറ്റ് ആക്കിയിട്ട് കളർ മാറ്റി ഒരു നല്ല അലോയിൽ വിട്ട് വൈറ്റ് കളറാക്കി കഴിഞ്ഞു. എൻ്റെ ഈ വണ്ടിൻ്റെ കളർ ചെയ്യാൻ വേണ്ടി നല്ല ചേരുന്നുണ്ടല്ലേ. ചേച്ചിൻ്റെ ട്രക്ക് പിന്നെ ഇത് തോന്നി നവൻ വൈറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ചെയ്തതാണ് ഇപ്പോൾ കാർ കളക്ഷൻസ് വീഡിയോ. ട്രക്ക് പിന്നെ നമ്മളുടെ ടെൻജീറ്റിൻ്റെ ട്രക്ക്, ടെൻജീറ്റിൻ്റെ അടുത്ത ട്രക്ക്, ടെൻജീറ്റിൻ്റെ ട്രക്ക്, ഇത് വേറെ ടെൻജീറ്റിൻ്റെ ട്രക്ക്, ബോയ്സ് അങ്ങനെ എന്താ ഞാൻ വേറെ ടെൻജീറ്റിൻ്റെ ട്രക്ക് കിട്ടുന്നില്ല. ഇതും വേറെ ടെൻജീറ്റിൻ്റെ വേറെ ട്രക്ക്. പൊന്നെ വേറെ ബസ് എന്താ പൊന്നെ പുള്ളി കച്ചണ്ടാന്ന് തോന്നി. ടെൻജീറ്റിൻ്റെ മെയിൻ ബസ് ഇവനാണ് മെയിൻ ബസ്. എന്താണെന്ന് വെച്ചാൽ ഇവനാണ് എല്ലാവരുടെ കാട്ടും മുമ്പ് എൻ്റെ മുമ്പിൽ അടുത്ത് വന്ന്. അതില്ല അങ്ങനല്ല, എനിക്ക് കുറെ വണ്ടികളുണ്ടായിരുന്നു. പക്ഷെ ബസ് ഇങ്ങനെ ട്രക്കൊക്കെ ആയിട്ട് വന്ന് ഇവൻ എൻ്റെ മുമ്പിൽ ഫസ്റ്റ് വന്ന് ഹെവി വണ്ടിയായിട്ട്. ഇത് മല്ലൂസ് ഫൈഡി വന്നാണ്, അതുകൊണ്ട് ഗ്ലാസ്സിൽ മല്ലൂസ് ഫൈഡി നടത്താൻ ഈ വണ്ടിയിലൊന്നുമില്ല. ഫോണിൻ്റെ ലോഗോ ഉണ്ട്, തെർമയുള്ള അച്ച്, തെർമയുള്ള അച്ച്. പിന്നെ എൻ്റെ അവിടെ താഴെ ഒരു വണ്ടി ഇപ്പൊ കാണിച്ചില്ല, ആ വണ്ടി M2 ഞാൻ റിയൽ മണി എടുത്തിട്ട് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് ഈ വണ്ടി എനിക്ക് പുതിയതായിട്ട് വന്നില്ലേ, അല്ല എൻ്റെ ഇത് വന്നില്ലേ, എന്താണ് വീഡിയോയില് എൻ്റെ ആ കാർ റിവ്യൂവിന്. അപ്പം ആ മച്ച എനിക്ക് തന്ന അവൻ്റെ കാർ കാഴ്ച വീഡിയോ എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ കണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു ഈ വണ്ടി എനിക്ക് എവിടെ നിന്നാണ്. അവൻ പറഞ്ഞു എക്സ്ചേഞ്ച് എടുക്കും. അപ്പം ഞാൻ വേണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കിട്ടാ കൊള്ളായിരുന്നു. അപ്പം ഈ വീഡിയോ അവൻ്റെ അടുത്ത് താങ്ക്സ് ഇതാ മച്ചാനെ, താങ്ക്സ് ഇട്ടാ ഈ വണ്ടി വേണോന്ന്. അപ്പോൾ കിട്ടാ കൊള്ളയെന്നു പറഞ്ഞു ആ വണ്ടി എനിക്ക് തന്നു. അങ്ങനെയാണ് പിന്നെ ബോഡിയായി ആറയിച്ചല്ലേ വറക്കുന്നില്ല. എൻ്റെ ഇന്ത്യർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്പീഡോമീറ്ററൊക്കെ അങ്ങനെ കയറി വേറെ ഇത് BMW M3 ആണ് ഈ വണ്ടി. ഇത് ഒരു സി വണ്ടിയാണ്. പിന്നെ BMW എന്ന് പറയാം, BMWൻ്റെ എഞ്ചിനാ ഇത്. സൂപ്പറ മാർക്ക് 5 ആണ്. നീ മാർക്ക് 5 എന്നില്ല, MK5 എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഇത് BMW M4 കോമ്പറ്റീഷൻ ആണ്. ഇത് മല്ലൂസ് ഫൈഡ് എന്നാണ്. അതിൻ്റെ മേലെ ലോഗോ ചെയ്തതാണ്. കണ്ട സെറ്റല്ലേ വെച്ചുണ്ടി. ഞാൻ റിയൽ മണി എടുത്തേ M2. ഓ ആ കളറേ ഒരു മാസ്, എന്താണ് ഈ കളർ ഒരു മാസ് ലുക്ക് കൊടുക്കുന്നുണ്ട് ആ വണ്ടിയിൽ. പിന്നെ BMW i7 പോകണം. ഇപ്പോൾ BMW i7 നമ്മൾ വിളിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ ടൈപ്പാണ്, സ്കൈ ബ്ലൂ ടൈപ്പാണ് ഈ വണ്ടീൻ്റെ ഇത്. തെറ്റാണ്. ഇതും മല്ലൂസ് ഫൈഡ് എന്നാണ്. കളറ് മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ റൂഫ് ബോക്സും മാറ്റി. എത്ര ഉള്ള ഈ വണ്ടി ഞാൻ ചെയ്ത വർക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടിയാണ് എൻ്റെ ഫേവറേറ്റ്. ഇവനാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ റിയൽ മണീൻ്റെ BMW M5 CS M പവറിനൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ വണ്ടി എന്താണെന്നറിയാം, ഈ വണ്ടി എടുത്തപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം. നീ അക്കൗണ്ട് വേനായി പോരേന്ന് ജീവിച്ച് ഉണ്ടാക്കിയതാ. കണ്ട കോയിനും പൈസ അക്കൗണ്ട് വേനായി പോവല്ലേ. കൊമ്പൻ വെച്ച് 00 എന്നോ ഇല്ല, കൊമ്പൻ വെച്ച് 00 എന്നൊക്കെ പറഞ്ഞ് നമ്പർ പ്ലേറ്റ് അതിൽ എടുത്തിട്ടുണ്ട്.
ഡോഡ്ജ് ചലഞ്ചർ. ചലഞ്ചറാണ് എനിക്ക് സ്വന്തം മനസ്സിലാവുന്നില്ല. എന്തത് ഇങ്ങനെ ഉണ്ട് ഇത്. ബ്ലഡ് കില്ലറിനൊക്കെ വേണ്ടി സൈ കൊടുത്തിട്ടുണ്ട്. ഡിഫൻഡർ തന്നു. ഡിഫൻഡർ ഒന്നുമില്ല. ഡുറാങ്കോ അല്ലേ ഇത്? ഡുറാങ്കോ ഇതല്ലല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എൽസി വേറെ ലുക്കല്ലേ. പിന്നെ ഫോർച്യൂണർ സെറ്റ്. ഇതിന് നെയിം ഡിസൈൻ ചെയ്തിട്ടില്ല. അത് ചെയ്യണം. നെയിം ഡിസൈൻ M5 നെയിം ഡിസൈൻ ഉണ്ട്. കാണിച്ചാൽ നമുക്ക് ഇതാണ് M5 ഫസ്റ്റ് ചെയ്ത, പക്ഷെ M5 രണ്ടാമത്തെ ചെയ്തിട്ടില്ല. M2 ഞാൻ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ നെയിം ഡിസൈന്. ഇങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഡിസൈൻ കൊണ്ടുവന്നു. അപ്പോൾ ശരിയാക്കണം. ഗൈസ് ഇതാണ് ഒരു മാസ്. ടൊയോട്ട ഹൈലക്സ് വന്നിട്ടുണ്ട്. ഗ്യാങ്ങിൻ്റെ പുതിയ ഡിസൈനുള്ള ജീപ്പ് വന്നിട്ടുണ്ട്. ഇതാർക്കും കൊടുത്തിട്ടില്ല. ഓൾഡ് ഡിസൈനാണ് ഇപ്പം എല്ലാവരുടെ ഇരിക്കണേ. എങ്ങനെ ജി കോപ്പി ചെയ്യാൻ പറ്റുമോയെന്ന് എൻ്റെ ഡൗട്ട്. ഞാൻ ജി ഒന്ന് യൂസ് ചെയ്തായിരുന്നു, കുറച്ച് ഒന്നും നടന്നില്ല. ഇത് ഫോർഡിൻ്റെ ന്യൂ ട്രക്ക് റിയൽ മണി കൊടുത്ത് വാങ്ങിച്ചാണ്. ഇവിടെ ഭയങ്കര പടത്തിട്ടുണ്ട്. പടത്തമല്ല, പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ജീപ്പ് റൂബിക്കോൺ ഉണ്ട്. അത് സെറ്റായിട്ടുണ്ട്. മല്ലുസ്പൈഡി എന്നാണ്. ബെൻസ് ഈ വണ്ടിയൊന്നുമില്ല. അങ്ങനെ ഈ വണ്ടിയിലാണ് എല്ലാം വിളിക്കുന്നത്. പിങ്ക് പാൻഡർ ഉണ്ട്. വെച്ചല്ലേ ഗ്ലൂയിങ് ലൈറ്റ്സ് ആണ് ആ വണ്ടിക്ക്. റോയ്സ് ബെല്ലി, ഈഗിളുടെ ജീപ്പ് പോയി. ഈഗിളുടെ ജീപ്പ് ഉണ്ട്. ഏത് ലുക്ക്, പൊളി ലുക്ക്. ഈഗിൾ യൂട്യൂബിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിനെ നമ്മുടെ പെട്ടി പറക്കാൻ പോവില്ലേ, ആ പെട്ടി പറക്കാൻ പോയിട്ട് എടുത്ത ഒരു വണ്ടിയാണ് ഈ ജി വാഗൻ. അന്നത്തെ ലുക്ക് വേറെ ലുക്ക്. പെട്ടി കളക്ട് ചെയ്യാൻ പോലെ അങ്ങനെ ലുക്കല്ലേ. അത്ര അതിന് ഞാൻ എടുത്ത വണ്ടിയാണിത്. പിന്നെ BMW i8 അല്ല, BMW i8 M8 സോറി. മെക്ലയറൻ, രണ്ട് മെക്ലയറൻ, ഫെറാറി, ബെൻസ് സീക്ലി അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് GTR ആണ് ഈ വണ്ടി. ഇത് എൻ്റെ ഇരിക്കുന്ന ഫസ്റ്റ് സൂപ്പർ കാറാണ് ബുഗാട്ടി. ഈ വണ്ടി ഇവനാണ് ഫസ്റ്റ് സൂപ്പർ കാർ. ഇത് ബുഗാട്ടി സിറോൺ. ഈ വണ്ടി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീം ചെയ്തിട്ടുണ്ട്. ഇത് ബുഗാട്ടി എന്ന് കാണും. ഈ വണ്ടി നമുക്ക് റെഡ് കളർ ആക്കണം. ഇതിപ്പോൾ വൈറ്റ് കളറിൽ തന്നെ വെച്ചേക്കാണിത്. റെഡ് കളർ ആക്കണം ഇനി. മെക്ലറൻ GT ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ബെൻസ്, ഫെറാറി, MG ഫെറാറി നടത്തണ്ടേ. ഇത് പഗാനി. ഇത് പഗാനി. അങ്ങനെ ഇത് ആ വണ്ടിയൊക്കെ പോയി. F1 ആ വണ്ടി ഏതാണെന്നില്ല. ഇതെനിക്കറിയാം. ഫോർഡ്, നേരത്തെ കണ്ട റേഞ്ച് റോവർ. ഇത് ഡോഡ്ജ്. ഇതിൻ്റെ ഡ്രസ് കളക്ഷൻസ് വീഡിയോ പോവാം. ലോഡിങ് കുറച്ചൊക്കെ അൺലോക്ക് ചെയ്യാത്തേറ്റുള്ളൂ. ഇനി ബാക്കിയെല്ലാം അൺലോക്ക് ചെയ്യണം. ഇതൊക്കെ പുതിയതായിട്ട് വന്ന കണ്ണാടി. ഇതിരുന്നോ എന്ന് നിങ്ങൾ പറയണേ, അല്ലാതെ പഴയ തന്നെ ഇട്ടോണ്ടിരിക്കണമെന്ന് നിങ്ങൾ പറയണേ. നിങ്ങൾ പറയും കണ്ണാടിയെ മാറ്റണം നോക്കാം. നിങ്ങൾ പറയും. ഇനി മാസ്കിൽ പോകും. ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ കുറേ.
ഇതും ഇതൊക്കെ പുതിയ ഡ്രസ്സാ. ബാക്കിയെല്ലാം നോക്കൂ. ഇതൊക്കെ പുതിയതായിട്ടൊന്ന് ഇതും പുതിയതായിട്ടൊന്നുമില്ല. എൻ്റെ ഷൂ പുതിയതായിട്ടൊന്നു ഫുൾ അൺലോക്ക്. ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല സൗണ്ടാണെന്നൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഇത്രക്കുള്ളൂ ഇന്നത്തെ കേസ്. പീസ് ഔട്ട്.